നമസ്കാരം. രാഷ്ട്രീയ മേഖലയിലുള്ളവരുടെ ഭാര്യമാരെ വിദ്യാഭ്യാസ മേഖലയിലെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ അതിൻ്റെ പ്രാമുഖ്യം, അതിൻ്റെ പ്രഥമ പരിഗണന നൽകുന്ന ആ വിദ്യാഭ്യാസ മേഖല ഏറെക്കുറെ അതിൻ്റെ ശോഭ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പല പ്രമുഖ വ്യക്തിത്വങ്ങളും നോക്കുകുത്തികളായി നിൽക്കുമ്പോഴാണ് ഇത്തരം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ബന്ധുബലത്തിൽ സർവകലാശാലകളും ഗവൺമെൻറ് കോളേജുകളുമൊക്കെ കൈയടക്കി ദൈത്യയാത്ര തുടർന്ന് ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തെ എത്രത്തോളം കളങ്കമുള്ളതാക്കി മാറ്റും ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വിഷയം എഡ്യൂക്കേഷൻ ടൂറിസം. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാകണമെന്നതിൽ ആർക്കും സംശയമില്ല. പക്ഷേ എങ്ങനെയാണ് എന്നതിലാണ് ഏവർക്കും സംശയം. രാഷ്ട്രീയക്കാർക്കിടയിൽ ഇത്തരമൊരു ചോദ്യത്തിന് മറുപടി പറയാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. സർക്കാർ നിയന്ത്രിത യൂണിവേഴ്സിറ്റികളും കോളേജുകളും രാഷ്ട്രീയ കേരളത്തിലെ നേതാക്കളുടെ അച്ചയ്ക്കൊരു ജോലി ലഭിക്കാനുള്ള ഇടമായി മാറുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം എങ്ങനെയാണ് നടപ്പാക്കണമെന്നതിന് മറുപടി പറയുക? വിദ്യാഭ്യാസ മേഖലയിലെ പല പ്രമുഖ വ്യക്തിത്വങ്ങളും നോക്കുകുത്തികളായി നിൽക്കുമ്പോഴാണ് അച്ചയ്ക്കൊരു ജോലി എന്ന പദ്ധതിയുമായി രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ സംസ്ഥാനത്ത് മുന്നേറുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എവിടെയാണ് മാറ്റം കുറിക്കേണ്ടത്? സർവകലാശാലകളെ സ്വന്തം വരുതിയിൽ നിർത്താനുള്ള ഉത്സവ ശ്രമങ്ങളുടെ ഭാഗമായുള്ള പോര് സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഇച്ഛാശക്തി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സർവകലാശാലകൾ പലതും ഇലക്ഷൻ നടത്തി കുറേ രാഷ്ട്രീയ കോമരങ്ങളെ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളായി മാറുമായിരുന്നു. നമ്മുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സിൽ വരുന്നതാണ് ലഹരി വിൽപ്പന വഴി ബിവറേജ് പോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്ന ലാഭവിഹിതവും ലഹരി വിറ്റ് ലഭിക്കുന്ന നികുതിപ്പണവും. മലയാള മനോരമ ന്യൂസ് പേപ്പറിൻ്റെ ന്യൂസ് കോൺക്ലേവിൽ പറയും പോലെ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിച്ച് കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നതും നമ്മുടെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഉണർവിന് ഉത്തേജകമായി മാറിയേക്കാം. അത്തരമൊരു പരീക്ഷണത്തിന് ഇനിയെങ്കിലും അമാന്തിച്ചുകൂടാ. കേരളത്തിൻ്റെ തകർന്ന സാമ്പത്തിക അവസ്ഥയെ കരകയറ്റുവാൻ പ്രകൃതി രമണീയ കാഴ്ചയിലൂന്നിയ ടൂറിസം പോലെ, കേരളത്തിലെ അതിമനോഹരമായ കാഴ്ചകളിലൂന്നിയ ടൂറിസം പോലെ കേരളം വിദ്യാഭ്യാസ ഹബ്ബായി മാറുന്നത് കൊണ്ടുള്ള എഡ്യൂക്കേഷൻ ടൂറിസവും സഹായകമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.